ഇത്തവണ പക്ഷേ ഇംപീച്ച്മെൻറ്റ് നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് വളരെ വ്യക്തമാം വിധം ഇദ്ദേഹം വലിയ കുഴപ്പം കാണിച്ചിട്ടുണ്ട് എന്ന് അത്രമേൽ വ്യക്തമാണല്ലോ. എന്ന് മാത്രമല്ല 146 MP എല്ലാവരും കൂടെ വന്ന് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തതും ഇതുവരെ നടന്ന പ്രോസസ്സൊക്കെ നോക്കിയാൽ ഇയാൾ ഈ കുഴപ്പം ചെയ്തിട്ടുണ്ട്, പണം ഇങ്ങനെ കൈക്കൂലിയായി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് ആദ്യം ഈ വാർത്ത വന്നപ്പോൾ ഭക്ഷണ ഓർമ്മയുണ്ടോ? അതായത് ആദ്യം ഈ വാർത്ത വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, മനുഷ്യർ പണം എടുത്തിട്ട് സ്റ്റോർ റൂമിൽ ഇങ്ങനെ കെട്ടുകെട്ടായി വെച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടിൻ്റെ കടലാസ് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയായിരിക്കുമല്ലോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അങ്ങനെയുള്ള ഇങ്ങനെ തീപിടുത്തത്തിൽ ഇത് കത്തിപ്പോകുന്നത്. അപ്പോൾ നോട്ട് നിരോധനമാണ് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. കാരണം നോട്ട് നിരോധനം എന്തിനായിരുന്നു? പലരും ഇപ്പം മറന്നുപോയിട്ടുണ്ട്. നോട്ട് നിരോധനത്തെക്കുറിച്ച് അതിലേക്ക് ആളുകളെ വലിയ സംഘർഷത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെ മനുഷ്യർ ഇന്ത്യൻ സിറ്റിസൺസ് പോയത് എന്തിനായിരുന്നു? ഈ കള്ളപ്പണം എന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാ കാലത്തും ഇവരെല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത് ഈ കള്ളനോട്ട് വീട്ടിൽ വെക്കുക എന്ന പോലത്തെ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്നാണ്. ഭക്ഷണം ഓർമ്മയുണ്ടോ? നോട്ടിൽ ചിപ്പ് വെച്ചിട്ട് ഇപ്പോൾ എവിടെ വെച്ചാലും പിന്നെ പോലീസിനും സർക്കാരിനും ഒക്കെ ഇത് കിട്ടുമായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ട് കെട്ടുകളുണ്ടെങ്കിൽ ഈ നോക്കുന്ന കുഴിച്ചിട്ടാൽ പോലും കിട്ടുമെന്നാണ്. പക്ഷേ അപ്പോൾ അത് നടന്നിട്ട് ഒരുപാട് വർഷമായിട്ടില്ല. നോട്ട് നിരോധനം നടന്നിട്ട് ഒരുപാട് വർഷമായിട്ടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് കള്ളപ്പണം ജഡ്ജിയുടെ വീട്ടിൽ, ജഡ്ജി എന്ന് വെച്ചാൽ എന്താണിത്? ഏറ്റവും ഉന്നത നീതിന്യായ പീഠത്തിലൊരു ജഡ്ജിയുടെ വീട്ടിൽ കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം വന്നിരിക്കുകയാണ്. എന്തിനാണ് പണം വന്നിരിക്കുന്നത്? അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളത് അറിയയില്ലല്ലോ. അവിടെ ഒരു തീപിടുത്തം പോലീസ് കണ്ടെത്തിയതല്ല, പ്രകൃതിയുടെ ഒരു കളി എന്ന പോലെ എങ്ങനെയോ തീപിടുത്തം ഉണ്ടായപ്പോൾ ആളുകൾ അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത എത്ര ജഡ്ജിമാർ ഏതൊക്കെ നിലക്ക് കൈക്കൂലി വാങ്ങിച്ചിട്ട് പണം വെച്ചിട്ടുണ്ടാകും എന്ന സംശയം നമ്മളെപ്പോലുള്ള സാധാരണ പൗരർക്ക് വെക്കാൻ പറ്റില്ലേ? എന്ന് മാത്രമല്ല, അപ്പോൾ ഇവർ ഈ പണം വാങ്ങിച്ചിട്ട് എത്രയൊക്കെ വലിയ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള കള്ളവിധികൾ പ്രസ്താവിക്കുന്നുണ്ടാകണം. അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ പോലീസിനെ, നമ്മുടെ ഭരണകൂടത്തെ, പാവപ്പെട്ട പൗരരെ മുഴുവൻ അങ്ങേയറ്റം അന്ധരാക്കിയിട്ടുള്ള മഹാ തട്ടിപ്പല്ലേ ഇയാൾ നടത്തിയത്. ഉറപ്പായിട്ടും അയാൾ ഇംപീച്ച് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.